ഇതൊരു തമാശയാണ്. കാരണം ശ്രീ ജേക്കബിനെ പോലുള്ളൊരു പത്രപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കണമായിരുന്നു. ഒരു ജില്ലയിലല്ല ഒരാൾക്ക് ജനിക്കാൻ പറ്റുള്ളൂ, എല്ലാ ജില്ലയിലും ഒരുമിച്ച് ജനിക്കാൻ പറ്റുമോ? ആ ജനിച്ച ശേഷം അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ വി ഡി സതീശനെ വളരെ നന്നേ ചെറുപ്പത്തിൽ MLA ആകാനാണ് പാർട്ടി നിർദ്ദേശിച്ചത്. പോയിട്ട് MLA ആകാൻ പറഞ്ഞു. അപ്പോൾ MLA ആകാൻ പോകുന്ന ആൾക്ക് ആ പദവിയിലാണ് ഇരിക്കാൻ പറ്റുക. ശ്രീ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ആകാതിരുന്നത്? ഉമ്മൻചാണ്ടി 27ാമത്തെ 28ാമത്തെ വയസ്സിൽ MLA ആയി. പിന്നെ അദ്ദേഹം ഇന്നേ വരെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പദവി, KPCC പ്രസിഡന്റ് എന്ന പദവി വഹിക്കാത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി. ഇവിടെ AL ജേക്കബിനെ മറന്നോ? ശ്രീ ജേക്കബ് KG അടിയോടിയെ മറന്നോ? CV പത്മരാജനെ മറന്നോ? ഇവരൊക്കെ KPCC പ്രസിഡന്റുമാരായിരുന്നു സുഹൃത്തെ. ഇവരൊക്കെ എല്ലാ ജില്ലയിലും ഓടി നടന്നവരല്ല. KPCC പ്രസിഡന്റ് ആരാവണമെന്ന് ആ പാർട്ടി അതാത് കാലത്ത് തീരുമാനിക്കും. മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം KAC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നില്ല. ഏറ്റവും നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നു. സുധാകരനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഞാനൊരു കോൺഗ്രസ് വിരുദ്ധനാണെന്ന്. നിങ്ങൾക്കൊരിക്കലും സുധാകരൻ ഇഷ്ടപ്പെടില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് കാരണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് കാരണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കേരള കോൺഗ്രസുകളുടെ വളർച്ചയ്ക്കും പിന്നീട് പിളർന്നെങ്കിൽ പോലും UDFിനൊപ്പം മിക്കവാറും ഒട്ടി നിൽക്കാൻ കാരണം. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. സുധാകരൻ KPCC പ്രസിഡന്റ് ആക്കിയത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം കേരളത്തിലെ കോൺഗ്രസുകാരുടെ തീരുമാനമാണ്. അതിനുശേഷം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ മറന്നോ? 25,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മറന്നോ? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മറന്നോ? പിന്നെ നേതാക്കളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസമുണ്ട്. സുധാകരൻ്റെ സ്വഭാവം പ്രത്യേക സ്റ്റൈലാണ്. അത് കണ്ണൂർ രാഷ്ട്രീയം പഠിപ്പിച്ചതാണ് ശ്രീ ജേക്കബ്. കണ്ണൂരിലത്തെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ കളരിയിലാണ് പഠിക്കുന്നത്. ആ ഒരേ കളരിയിൽ പഠിച്ചവർ ഒരുപോലെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും KPCC പ്രസിഡന്റ് സുധാകരനും തമ്മിലുള്ള വാഗ്വാദത്തിന് കാരണം. അത് തന്നെയാണ് ഇന്നത്തെ CPM അനുഭവിക്കുന്ന ദുർഗതിക്കും കാരണം. Debate with MV Nikesh Kumar.